വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ശാലിനി ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ സത്യയുടെയും പപ്പിയുടെയും സ്കൂളിലെ ആ ഒരു പ്രിൻസിപ്പൾ ഒരു റിലേറ്റീവായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അന്നേരം ടീച്ചർ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മെഡിക്കൽ ചെക്കപ്പിന് വന്നതാണെന്ന് പറയുമ്പോൾ മാഡം എന്താ ഇവിടെയും ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ സ്റ്റാഫ് അനുപല്ലയുടെ ഫാദർ അഡ്മിറ്റാണ്, അതിനെ കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം വിളിച്ചിരുന്നല്ലോ അത്യാവശ്യം അന്ന് അപ്പോൾ എടുക്കാൻ പറ്റിയില്ല, എന്താ കാര്യമൊന്നും. അന്നേരം അത് നേരിട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു, ആനുവൽ ഡേയുടെ കാര്യം പറയാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഇവിടുന്ന് നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്, കുട്ടികളെ വിളിക്കാനാണ് പോകുന്നതെന്ന് ഇങ്ങനെ ശാലിനി പറയുമ്പോൾ അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയല്ലോ, അത് മാഡം അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആര് വിളിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അത് സത്യഭാമ വന്ന് വിളിച്ചുകൊണ്ട് വരും, മുത്തശ്ശന് എന്തോ അസുഖമാണെന്ന് പറഞ്ഞു, മാഡം അറിഞ്ഞില്ലായിരുന്നോ, നിങ്ങൾ തമ്മിൽ ഫാമിലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെയൊന്നുമില്ല, ഞാൻ തിരക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ മാഡത്തിൻ്റെ സമയം കളയുന്നില്ല, ആനുവൽ ഡേയുടെ കാര്യം പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ടീച്ചർ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശാലിനി അവിടെ നിന്നുകൊണ്ട് തന്നെ ശിവനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശിവൻ വീട്ടിലാണ്, ശാലിനിയുടെ കോള് കണ്ട് ഓടി വന്ന് എടുക്കുന്നുണ്ട്. പറയാം ശാലിനി എന്ന് പറയുമ്പോൾ സത്യാമ്മയാണെങ്കിൽ സ്കൂളിൽ വന്ന് കുട്ടികളെ കൊണ്ടുപോയി എന്ന് പറയുകയാണ്. അന്നേരം അതെന്തോ കുഴപ്പമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്തായാലും ശിവൻ എത്രയും പെട്ടെന്ന് കുട്ടികളെ തിരികെ വിളിച്ചുകൊണ്ട് വരണം, ഞാൻ പോയാൽ അത് കൂടുതൽ കുഴപ്പമാവുമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പോകണ്ട, ഞാൻ പൊയ്ക്കോളാം, കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആ മഹേന്ദ്രൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ, പ്രകാശിനെ വണ്ടി ഇടിച്ച ആ ഒരു ഡ്രൈവറാണെങ്കിൽ ആൻ്റണിയോടൊപ്പം നിന്ന് സംസാരിക്കുന്നതാണ്. മഹേന്ദ്ര സാറിൻ്റെ മുമ്പിൽ ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു, പക്ഷെ കൂടെ നിർത്തിയില്ല എന്ന് പറയുകയാണ്. അന്നേരം അയാൾക്കറിയാം കൂടെ നിർത്തിയാൽ അയാളും കൂടി വീട്ടിലാവുമെന്നുള്ളത്. അന്നേരം ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് ആരും അറിയാനായിട്ട് പാടില്ല എന്ന് പറയുകയാണ്. അതപ്പോൾ ആൻ്റണിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ചാച്ചപ്പനാണെങ്കിൽ അങ്ങനെ ആ പ്രകാശനെ ഇല്ലാതാക്കിയത്. പിന്നെ ശിവനാണെങ്കിൽ എന്നെ അന്വേഷിച്ച് നടക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ എൻ്റെ കൂടെ നിന്നാൽ മതി, നിനക്കൊരു കുഴപ്പം ഉണ്ടാവില്ല, അതിന് കുറച്ച് പണികൾ കൂടി ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഗുണം നിനക്കുണ്ടാവും എന്ന് പറയുകയാണ്. അന്നേരം എന്താ വേണ്ടത്, എന്തിനും ഞാൻ കൂടെ ഉണ്ട്, ഇനി ശിവനെ തീർക്കണോ, അതിന് ഞാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ അവനങ്ങനെ പെട്ടെന്നൊന്നും തീരുന്ന ടൈപ്പല്ല, അതിനെ കുറച്ച് ഈ കേസാണെങ്കിൽ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് വേണ്ടത്, അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് ഈ ചാച്ചപ്പന് കൊടുക്കുകയാണ്. തൽക്കാലം ഇത് വെച്ചോ, ആവശ്യത്തിന് ഇനി അവൻ്റെ കണ്ണിൽ പെടാതെ നടക്കണം, പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം ചാച്ചപ്പൻ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആൻ്റണിയാണ് ഇത് ചെയ്യിച്ചതെന്നുള്ളത് അവിടെ വ്യക്തമാവുകയാണ്. പക്ഷേ മഹേന്ദ്രനോ ശിവനോ ഒന്നും അറിയുന്നില്ല ആൻ്റണിയും ചാച്ചപ്പനും കൂടിയാണ് ഒരു ഡീൽ ഉണ്ടാക്കിയതെന്നുള്ളത്. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരോടൊപ്പം ഇങ്ങനെ ഉമ്മർത്ത് കുട്ടികൾ ഇരിക്കുകയാണ്, പിള്ളയും കൂടെ ഉണ്ട്. അന്നേരം പിന്നെ സത്യാമ്മയും അമ്മയും തമ്മിൽ എന്തിനാണ് വഴക്കിട്ടത് എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ അങ്ങ് മാറുമില്ലാക്കെ തീരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ പപ്പി പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ടൂറ് കുളമാകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം നിങ്ങൾ ടൂറിന് പോകുന്നതെന്ന് ഇങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ്, രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം സ്കൂളിൽ നിന്നാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആരൊക്കെ ഉണ്ടോ ചോദിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളും പിന്നെ വീട്ടിൽ നിന്നൊന്നും ആരുമില്ല, കുറേ ടീച്ചർമാരും ഒക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അന്നേരം എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം, വിവേകാനന്ദപ്പാറ, കന്യാകുമാരി, പിന്നെ ഒരു സ്ഥലം ഉണ്ടല്ലോ പപ്പി എന്ന് പറഞ്ഞിട്ട് ശുചീന്ദ്രം എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, ശുചീന്ദ്രത്തും പോകുന്നുണ്ടോ, അവിടെ പോവുകയാണെങ്കിൽ അച്ഛന് മക്കളൊരു സഹായം ചെയ്തു തരണേ, അവിടെയാണെങ്കിൽ ഒരു പിന്നെ ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ട്, അവിടെ ഞാൻ സ്ഥിരമായിട്ട് പോകുമായിരുന്നു, അപ്പോൾ നിങ്ങളുടെ അച്ഛന് വേണ്ടി ഞാനൊരു നേർച്ച നേർന്നതാണ്, അതെനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, നിങ്ങൾ പോകുന്ന ദിവസം പറയണേ, അത് ചെയ്യണേ എന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം പോകുന്ന ദിവസം പറഞ്ഞാൽ ഞാൻ തന്നു വിടാമെന്നൊക്കെ ഈ രാഘവൻ നായർ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവനാണെങ്കിൽ ബുള്ളറ്റിലെത്തുന്നുണ്ട്. അന്നേരം ശിവനെങ്കിൽ വന്നല്ലോ എന്നും പറഞ്ഞ് കുട്ടികൾ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ശിവനെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം ശിവൻ രണ്ടുപേർക്കും മാറി മാറി മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ശിവൻ പറയുകയാണ്, ഞാൻ കുട്ടികളെ കൊണ്ടുപോകാൻ വന്നതാണോ എന്ന് പറയുമ്പോൾ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കുട്ടികളെയും പിടിച്ച് ശിവനങ്ങോട്ട് തിരിയുകയാണ്. അന്നേരം ഒന്ന് നിന്നേന്നും പറഞ്ഞ് സത്യഭാമ അകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. അന്നേരം സത്യഭാമ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാനിവരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് പോകാമെന്നും പറഞ്ഞ് കുട്ടികളെ തിരിച്ചങ്ങ് പിടിക്കുകയാണ്. അന്നേരം ഇങ്ങോട്ട് വന്നേന്നിങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ എന്നിങ്ങനെ ഭാമ പറയുകയാണ്. തുടർന്ന് ശിവനും കുട്ടികളും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, ഈ കുട്ടികളെ നീ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നീ ഈ കുട്ടികളുടെ ആരാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ചോദിക്കണം, എന്തുവാ ഭാമയെ നീ ചോദിക്കുന്നത്, അച്ഛനോളം വരില്ല, അച്ഛമ്മയ്ക്കുള്ള അവകാശം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവനിങ്ങനെ നോക്കുന്നുണ്ട് സത്യഭാമയെ. അന്നേരം എങ്കിലും അവൻ പറയട്ടെ എന്ത് അവകാശമാണുള്ളതെന്ന്, ഇത് എൻ്റെ കൊച്ചുമക്കളാണ്, ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനുള്ള അവകാശം അവൻ പറയട്ടെ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇതെൻ്റെ പിന്നെ മകൻ്റെ കുട്ടികളാണ്, അതിൽ ചോദിക്കാൻ നീ ആരുമല്ല, ഇല്ലെങ്കിൽ അവൾ വരട്ടെ, അവൾ വന്ന് ചോദിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് കുട്ടികൾ
കുട്ടികളെ ഭാമയങ്ങ് ബലമായിട്ട് പിടിക്കുകയാണ്. അന്നേരം സത്യാമ്മയെന്നൊക്കെ ശിവനങ്ങളെന്നൊക്കെ കുട്ടികൾ വിളിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ വഴക്ക് പറയുകയാണ്. ശിവനെ വഴക്ക് വന്ന് എന്തിനാ നീ അവനെ ചോദ്യം ചെയ്യുന്നത്, എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിടുന്നുണ്ട്. അന്നേരം ശിവനൊന്നും മിണ്ടുന്നില്ല. അവൻ പറയട്ടെ എന്താണ് ബന്ധം എന്നുള്ളത് പറയട്ടെ എന്ന് പറയുമ്പോൾ ശിവൻ പറയുകയാണ്, വേണ്ട ഒന്നും പറയണ്ട, എനിക്ക് ഒരു തെറ്റ് പറ്റിയതാണ്. ഞാനിവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ രക്തബന്ധത്തേക്കാൾ വലുത് അതൊന്നുമല്ല. ഞാൻ വെറുതെ ആഗ്രഹിച്ചു ഓരോരുത്തർക്കും അതിൻ്റെ സ്ഥാനമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശിവനങ്ങ് ഇറങ്ങുകയാണ്. അന്നേരം ശിവനങ്കിൽ എന്ന് പറഞ്ഞ് കുട്ടികൾ വീണ്ടും ശിവനെ വട്ടം ചുറ്റി പിടിക്കുകയാണ്. അന്നേരം ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ബലമായിട്ട് ഈ കുട്ടികളെ പിടിച്ച് അകത്തേക്കും കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പൊന്നിയും കയറുന്നുണ്ട്. പൊന്നി വാതിലടയ്ക്കുക എന്ന് പറയുമ്പോൾ അകത്ത് നിന്നങ്ങ് വാതിലടയ്ക്കുകയാണ്. അന്നേരം ഈ കുട്ടികൾ സത്യാമ്മ വീട് നമുക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ രാഘവൻ നായർ ഇങ്ങനെ ഭാമയെന്ന് വിളിക്കുമ്പോൾ വേണ്ട അച്ഛ വിളിക്കണ്ട, അമ്മ എന്തോ ദേഷ്യത്തിലാണ്, വഴക്കൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അകത്താണെങ്കിൽ കുട്ടികൾ വെള്ളം ഉണ്ടാക്കുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇനി അമ്മയില്ല, നിങ്ങളുടെ അമ്മ യക്ഷിയാണ്, ചോര കുടിക്കുന്ന യക്ഷി, നിങ്ങൾക്ക് ഇനി ഈ സത്യമ്മയാണ് അച്ഛമ്മയാണ് അമ്മ, എന്നെ വിട്ടിട്ട് പോകല്ലേ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഭാമയങ്ങ് കരയുകയാണ്. അന്നേരം പൊന്നിക്ക് സങ്കടം തോന്നുന്നുണ്ട്, ഈ കുട്ടികൾക്ക് സങ്കടം തോന്നുകയാണ്. സത്യ പറയുന്നുണ്ട്, പപ്പി ഇതേ സത്യമ്മ കരയുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും സത്യമ്മ ചോദിക്കുകയാണ്, എന്നെ വിട്ട് പോവില്ലല്ലോ, പോയാൽ സത്യമ്മ അച്ഛമ്മ തകർന്നു പോകുന്നൊക്കെ പറയുമ്പോൾ ഇല്ല എന്നിങ്ങനെ കുട്ടികൾ സത്യഭാമയെ സങ്കടം കണ്ടിട്ട് ഭാമയോട് പറയുന്നുണ്ട്. അന്നേരം ഇവിടെ ശിവൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, എടാ മക്കളെ നീ പിണങ്ങിപ്പോയി അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അമ്മയുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് ഞാൻ വരാം, പിണങ്ങി പോവുകയല്ല എന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ വരുമല്ലോ എന്നൊക്കെ രാഘവൻ നായർ പറയണമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശിവനങ്ങ് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് ബുള്ളറ്റിൽ കയറാൻ നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, മക്കളെ വരുമല്ലോ, ഇനി വരുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയുമ്പോൾ വരാം അച്ഛ എന്ന് പറഞ്ഞിട്ട് ശിവനങ്ങ് പോവുകയാണ്. രാഘവൻ നായർ വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യമൊക്കെ നിനക്ക് എന്ത് അവകാശമാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവന് ഒരുപാട് അങ്ങ് ഇമോഷണൽ ആകുന്നുണ്ട്. ശിവന് ഒരുപാട് വിഷമമൊക്കെ തോന്നുകയാണ് സത്യഭാമ അങ്ങനെ പറഞ്ഞതിൽ. അന്നേരം തൻ്റെ ആ ഒരു വില മനസ്സിലാക്കുന്ന പോലെ അവിടെ നിന്ന് സങ്കടത്തോടെയൊക്കെയാണ് ശിവൻ ഇറങ്ങി പോകുന്നതൊക്കെ. ഇതേ സമയം അവിടെ അരുണയുടെ കുഞ്ഞിൻ്റെ ആ പേരിടൽ ചടങ്ങിന് സുബ്രഹ്മണ്യൻ, തിരുമുൽപ്പാട് എല്ലാവരും ഒക്കെ എത്തുന്നുണ്ട്. അങ്ങനെ സ്പെഷ്യലായിട്ടല്ല, ഒരു വീട്ടിലുള്ള മൂർത്തിയും അച്ഛനും അമ്മയും അരുണയും കുഞ്ഞും ഈ തിരുമേനിയും മാത്രമേ ഉള്ളൂ. അന്നേരം ചടങ്ങ് ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ തങ്കക്കൂടത്തിനെ ഞങ്ങൾക്ക് കിട്ടാനായ കാരണക്കാരെ ഒരാളുണ്ട്, കളക്ടർ ശാലിനിയാണ്, പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന്. അന്നേരം കുറിപ്പിച്ച സമയത്ത് തന്നെ ചടങ്ങ് നടത്തിയില്ലെങ്കിൽ പിന്നെ അതൊരു സങ്കടമാകുന്നതിന് മുത്തച്ഛൻ പറയുന്നുണ്ട്. അന്നേരം ഞാൻ എന്തായാലും വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് അരുണ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശാലിനി വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എത്താറായും ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങിക്കോളൂ, ഞാൻ വന്ന് പങ്കെടുത്തോളാം, ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഏറിയാൽ 10 മിനിറ്റ് എന്ന് പറയുകയാണ്. തുടർന്ന് അരുണ ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ചടങ്ങ് തുടങ്ങാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, അപ്പോൾ പേരിടൽ ചടങ്ങാണ് എന്നിങ്ങനെ തിരുമേനി പറയുമ്പോൾ അത് അങ്ങ് തന്നെ ഇടണം, ഞങ്ങളുടെ കുട്ടിയുടെ പേരിടൽ അങ്ങ് തന്നെ നടത്തണമെന്ന് പറയുകയാണ്. അന്നേരം മുത്തശ്ശൻ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ മുത്തശ്ശൻ തന്നെ ഇടാമെന്ന് പറയുമ്പോൾ വീണ്ടും തിരുമേനി എന്നെ ഇടണമെന്ന് അരുണ എല്ലാവരും ഒക്കെ മാറി മാറി പറഞ്ഞിട്ടില്ല, അത് അതിൻ്റേതായ മുറയ്ക്ക് തന്നെ നടക്കട്ടെ, വാസുദേവൻ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാ ഇങ്ങോട്ട് ഇരുന്നോളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ഇരിപ്പിടത്തിലേക്ക് വാസുദേവനെ പിടിച്ച് മൂർത്തി ഇരുത്തുന്നുണ്ട്. കുഞ്ഞിനെ മടിയിലേക്ക് കൊടുക്കുകയാണ് അരുണ. അന്നേരം മൂർത്തി ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. മൂർത്തി ഇരിക്കുകയാണ്. അന്നേരം വെറ്റില കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞുണ്ട്, ഇടതേ ചെവി അടച്ചു പിടിച്ചിട്ട് വലതേ ചെവിയിലേക്ക് പേര് പറയാനായിട്ട്. അന്നേരം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച പേര് തന്നെയാണല്ലോ എന്നിങ്ങനെ മുത്തശ്ശൻ ഒന്നുകൂടി ചോദിക്കുമ്പോൾ അത് തന്നെയെന്നിങ്ങനെ അരുണ പറയുകയാണ്. തുടർന്ന് അതേപോലെ ചെവിയിൽ ഭാഗ്യലക്ഷ്മി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ തിരുമുൽപ്പാട് പറയുന്നുണ്ട്, ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യലക്ഷ്മി, മഹാലക്ഷ്മി, ഭാഗ്യം കൊണ്ടുവരുന്നവളാണ്, വീടിൻ്റെ വിളക്കാണ്, ഇതെല്ലാം ഇതുപോലെ തന്നെ നടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ശാലിനിയുടെ വണ്ടി മുറ്റത്ത് വരികയാണ്. അന്നേരം ആ ശാലിനി വന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അരുണ അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട്. അതിനു മുന്നേ കാറിലിരുന്ന് ശാലിനിയാണെങ്കിൽ ഈ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച മാലയും ഉടുപ്പുമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. അന്നേരം രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, കാണാതായ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്നേരം ഇതുവരെ ഒന്നും കിട്ടിയില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ജീവൻ ആപത്തൊന്നും ഇല്ലാതെ എവിടെയായാലും സുഖമായിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ മോള് പ്രാർത്ഥിക്കുക, ആകാശത്തിരിക്കുന്ന ഈശ്വരനെ നിലത്തിറക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക, ദൈവം കൺമുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തരും എന്നൊക്കെ ഇങ്ങനെ രാമേട്ടൻ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഞാൻ പിന്നെ ചടങ്ങ് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അതിന് പേരിടൽ ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾക്ക് പേരിട്ടെന്ന് ചോദിക്കും. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞതാണ്. അന്നേരമാണെങ്കിൽ പിന്നെ നല്ല പേര് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ കൊണ്ടുവന്ന കവർ അരുണയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഇത് മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, കൊള്ളാമോ എന്ന് നോക്കുമെന്ന് പറയുക. അന്നേരം അതിൽ നിന്ന് ഉടുപ്പെടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയെ കയ്യിലിരുന്ന ആ ഒരു ബോക്സ് കാണിക്കുന്നുണ്ട്, ഇത് കുഞ്ഞിന് വേണ്ടി ഒരു മാലയാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ശാലിനി എന്ന് പറയുമ്പോൾ നിൻ്റെ മോളെന്ന് പറയുമ്പോൾ എൻ്റെയും കൂടി മോളല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം നിനക്ക്
നിനക്ക് ഭാഗ്യലക്ഷ്മി മോളെ കാണണ്ടേ. അന്നേരം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ശാലിനിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ അകത്താണെങ്കിൽ കുഞ്ഞാണെങ്കിൽ പിന്നെ മുത്തശ്ശൻ്റെ മടിയിൽ നിന്ന് ഇങ്ങനെ മൂത്രം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് എനിക്ക് പണി തന്നു, ചെറുതായിട്ടൊന്ന് നനച്ചു എന്നിങ്ങനെ വാസുദേവൻ പറയുകയാണ്. അന്നേരം ഞാൻ ഉടുപ്പ് മാറ്റിക്കൊണ്ട് വരാം എന്നിങ്ങനെ പറഞ്ഞ് മുത്തശ്ശി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം തിരുമുൽപ്പാട് പറയുന്നുണ്ട്, ഇത് ശുദ്ധി കലശമാണ്, ഇത് അശുദ്ധിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുന്നു. അപ്പം കളക്ടർ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവരെപ്പോലുള്ളവർ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ ഭാഗ്യമല്ലേ എന്ന് പറയുമ്പോൾ ശാലിനിയും കൊണ്ട് അരുണ അകത്തേക്ക് കയറുകയാണ്. അന്നേരം ശാലിനിയെ കണ്ടുകൊണ്ട് ഇവരെല്ലാവരും അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഞാൻ കുറച്ച് വൈകി പോയി, 1-2 അർജൻറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു ശാലിനി പറയുമ്പോൾ, ആദ്യം പിന്നെ ജനനന്മ, പിന്നെ ജോലി, അതൊക്കെ കഴിഞ്ഞ് തന്നെയാണ് ഇതൊക്കെ വേണ്ടത്, ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുള്ളത് നാടിന് നല്ലത് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ മോൾ എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അരുണയും ചോദിക്കുന്നുണ്ട്. അന്നേരം ചെറുതായിട്ടൊന്ന് മുണ്ടിലേക്ക് ചെറുതായിട്ടൊന്ന് മൂത്രം ഒഴിച്ചപ്പോൾ ഉടുപ്പ് മാറ്റാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കാർത്തികേയനി മോളെ കൊണ്ടുപോകാൻ ഇങ്ങനെ വസതിയെ വിളിച്ചു പറയുമ്പോൾ അതാ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ ഒരു അകത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടൈമിൽ ശാലിനിക്കാണെങ്കിൽ ഇവിടെ ഫോൺ വരികയാണ്. ശിവനാണ് ഫോൺ വിളിക്കുന്നത്. അന്നേരം ശാലിനി ഫോണും കൊണ്ട് പുറത്ത് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് വീണ്ടും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുകയാണ്. അന്നേരം രാമേട്ടനെ വണ്ടി തിരിച്ചിടുന്നുണ്ട് ആ ഒരു ടൈമിൽ. അന്നേരം ശിവൻ പറയുന്നുണ്ട്, സത്യാമ്മ കുട്ടികളെ വിട്ടു തരുന്നില്ല, എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശിവൻ എതിരൊന്നും പറയണ്ട, ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ഫോൺ വയ്ക്കുകയാണ്. അന്നേരം എത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മിക്കവാറും ഇവിടെ ശാലിനി കുഞ്ഞിനെ കാണില്ല, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ തിരിച്ചു പോകണം, പിന്നീട് ഒരിക്കൽ കാണാമെന്ന് പറഞ്ഞിട്ട് ശാലിനി തിരികെ പോവുകയായി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുഞ്ഞിനെ കാണില്ല, അപ്പോൾ ശരീര കുട്ടിയാണെന്ന് അറിയത്തുമില്ല. അങ്ങനെയായിരിക്കും വരുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. പിന്നെ അവിടെ ആ ചാച്ചപ്പനും ആൻ്റണിയും തമ്മിലുള്ളത് ശിവൻ കണ്ടുപിടിക്കും, മഹേന്ദ്രനെ കുറ്റക്കാരനാക്കാനായിരിക്കും ഇവിടെ ശ്രമിക്കുന്നത്, അതൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.